എന്താ ചായ? ഹർഷയും സുശീലാന്റിയും ജോത്സനെ കാണാൻ തന്നെയാണോ പോയത്? അതോ വേറെന്തെങ്കിലും പണിയൊപ്പിക്കാനാണോ? ആർക്കറിയാ സാറേ, പറയുന്നതൊന്നും ചെയ്യുന്നത് വേറൊന്നുമല്ലേ. അതുകൊണ്ട് എന്തും നടന്നു കണ്ടാലേ പറയാൻ പറ്റൂ. എന്തിനാണല്ലോ രാവിലെ രണ്ടുപേരും കൂടി ചെന്ന് അവിടെ വല്ല കുഴപ്പമുണ്ടാക്കി കാണോ? വാ മോനെ ഇന്ദ്ര. ആ കുഞ്ഞുമ്മ നിനക്കൊരു ചായ എടുക്കട്ടെ? വേണ്ട കുഞ്ഞമ്മേ, ഞാനിപ്പോൾ ചായ കുടിച്ചിട്ടാ വന്നേ. ഇന്ദിര വാ, കയറിയിരിക്കേ. ഇല്ല രവി, ഞാനൊരു കാര്യം പറഞ്ഞിട്ട് പെട്ടെന്ന് അങ്ങ് പോവും. അല്ല, അമ്മയും ഹർഷയും അവരിപ്പോ ഇവിടെ ഇല്ല ഇന്ദിര. ആന്റിയുടെ സമയം എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി ഇപ്പൊ ഏതോ ജോത്സ്യരെ കാണാൻ പോയിരിക്കുക. സത്യാണോന്നൊന്നും അറിയില്ല. ഇന്ദ്ര, അമ്മ തിരിച്ചു വരണമെന്ന് പറയാൻ വന്നതാണോ? അല്ല, തിരിച്ചു വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇപ്പം അതിനൊരു അവസരം ഉണ്ടെന്ന് പറയാൻ വേണ്ടി വന്നതാ. ഇന്ന് ബിച്ചുമോൻ്റെ 3ാമത്തെ പിറന്നാളാ. അമ്മയാ കഴിഞ്ഞ 2 പിറന്നാളിനും അവനെ അമ്പലത്തിൽ കൊണ്ടുപോയത്. മോൻ്റെ ജന്മദിനം എന്നാണെന്ന് അമ്മ ചിലപ്പോൾ മറന്നു കാണും. വേണമെങ്കിൽ അമ്മയ്ക്ക് ബാക്കിയെല്ലാം മറന്ന് മോനെ കാണാൻ വേണ്ടി അമ്മയ്ക്കിന്ന് സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു വരാം. അതിന് അഭിമാന പ്രശ്നമൊന്നും നോക്കേണ്ട കാര്യമില്ല. വലിഞ്ഞു കയറി വന്നു എന്ന് ആർക്കും തോന്നുകയില്ല. ഇന്ദിരൻ പറഞ്ഞത് കറക്റ്റാ. അല്ലെങ്കിൽ ഇതുപോലുള്ള ദിവസങ്ങളിലാണല്ലോ കുടുംബത്തിലുള്ളവർ തമ്മിൽ പിണക്കം മറന്ന് ഒരുമിക്കുന്നേ, അല്ലേ കുഞ്ഞമ്മേ? അതുപോലെ അനുപമയ്ക്കറിയോ ഇന്ദിരൻ ഇങ്ങോട്ട് വന്ന കാര്യം? ഇല്ല, വീട്ടിൽ മറ്റാർക്കും ഇത് അറിയില്ല. ഈ അവസരം അമ്മ ഉപയോഗിക്കുകയാണെങ്കിൽ ചിലപ്പോൾ എല്ലാവരും അമ്മ അംഗീകരിക്കുമെന്ന് എനിക്ക് തോന്നി. അമ്മ വരുമ്പോൾ രവിയും കുഞ്ഞമ്മയൊന്ന് പറഞ്ഞു നോക്ക്. അയ്യോ, സുശീല വരില്ല ഇന്ദ്ര. മകന്റെ പിറന്നാളാണ്, കൊച്ചുമകനെ അനുഗ്രഹിക്കാൻ അമ്മ വരണം എന്നൊക്കെ പറഞ്ഞ് നീ സുശീലയുടെ കാല് പിടിക്കണം. അങ്ങനെയാണെങ്കിൽ ചിലപ്പോ അവള് വരും. അതിന് നിനക്ക് പറ്റുമോ? ഇല്ല കുഞ്ഞമ്മേ, ഞാൻ അമ്മയെ വിളിച്ചുകൊണ്ട് പോകാൻ വന്നതല്ലെന്ന് ആദ്യമേ പറഞ്ഞല്ലോ. ഒരവസരം അമ്മയ്ക്കുണ്ടെന്ന് പറയാൻ വേണ്ടി മാത്രം വന്നതാ. അതും ഞാൻ പറഞ്ഞിട്ടാണെന്ന് അമ്മ വീട്ടുകാരെ അറിയിക്കാനും പാടില്ല. അതൊന്നും അങ്ങനെ നടക്കുമെന്ന് തോന്നുന്നില്ല ഇന്ദിര. സുശീലാന്റിയും ഹർഷയും വേറെന്തൊക്കെയോ പ്ലാനിങ്ങിലാ. അവര് വരുമ്പോ ഞങ്ങളൊന്ന് പറഞ്ഞു നോക്കാന്ന് മാത്രം. മതി മതി രവി. എന്നാ ശരി, ഞാൻ ഇറങ്ങട്ടെ. പോയിട്ട് വരാം. ശരി. ഇതുപോലൊരു മകനെ കിട്ടാൻ സുശീല കഴിഞ്ഞ ജന്മത്തിൽ എന്തു പുണ്യാണോ ചെയ്തത്. അവൾ ഇത്രയൊക്കെ ചെയ്തു കൂട്ടിയിട്ടും ഇന്ദ്രൻ ഇപ്പോഴും അമ്മയെ മനസ്സുകൊണ്ട് ഉപേക്ഷിച്ചിട്ടില്ല. എന്നാ അവളോ ഇപ്പോഴും മൂത്ത മകനെ ചൂഷണം ചെയ്ത് എങ്ങനെ ജീവിക്കാന്ന് ആലോചിക്കുക. ദൈവത്തിന്റെ ഓരോ വികൃതികളെ. അല്ലെങ്കിൽ സുശീലെ പോലെയുള്ള ഒരുത്തിയുടെ കയ്യിൽ എത്തിപ്പെടേണ്ടവനാണോ ഇന്ദ്രൻ? അതിന്റെ ഒരു യോഗം, അല്ലാതെ എന്തു പറയാനാ. കുഞ്ഞമ്മേ, അതെന്താ കുഞ്ഞമ്മേ അങ്ങനെ പറഞ്ഞത്? എങ്ങനെ? എന്താ സാറേ? അല്ല, ഇന്ദ്രൻ സുശീലയെ പോലെ ഒരുത്തിയുടെ കയ്യിൽ എത്തിയെന്ന മട്ടിൽ. അവനും അവര് പ്രസവിച്ച മകൻ തന്നെയല്ലേ? തന്നെ, മകൻ തന്നെ. ഞാൻ ഉദ്ദേശിച്ചത് വേറെ വല്ല തള്ളമാരുടെ വയറ്റിലാണ് അവൻ ജനിച്ചതെങ്കിൽ ഇന്ദ്രനെ ആ തള്ള പൊന്നും കൂടം തലയിൽ എടുത്തു വെച്ച് നടക്കുന്ന പോലെ നടക്കുമായിരുന്നു എന്നാ. ഓ, എന്ന് ഞാൻ അടുക്കളയിലിട്ട് ചെല്ലട്ടെ.
കണ്ടകശനി കൊണ്ടേ പോകുന്ന, അതിൻ്റെ കൂടെ ശത്രുദോഷവും പൂർവിക ശാപവും. കാരാഗ്രഹവാസം കഴിഞ്ഞു കാണുമല്ലോ. സുശീലാമ്മ ജയിലിൽ കിടന്ന കാര്യം പത്രത്തിലുണ്ടായിരുന്നു. അല്ല, ഞാനത് കണ്ടിട്ട് പറഞ്ഞതല്ല കേട്ടോ. ജാതകവശാൽ അതുണ്ട്. കണ്ടകശനി ഒഴിയും മുമ്പ് വീണ്ടും ജയിലിൽ കിടന്നേക്കാം. അയ്യോ, എന്റെ ജോത്സ്യരെ, മനുഷ്യനെ ഓരോന്നും പറഞ്ഞ് പേടിപ്പിക്കല്ലേ. സമയദോഷം മാറാൻ എന്തെങ്കിലും വഴിയുണ്ടോന്ന് അറിയാനാ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. ഇതൊന്നും മാറ്റാൻ പറ്റുന്നതല്ല, യോഗാണ്. കണ്ണിൽ കൊള്ളേണ്ടത് കൺപോളയിൽ തട്ടി നിന്നാൽ ഭാഗ്യം. ജോത്സരെ, ഇനിയും സുശീലാന്റെ അനുഭവിക്കാൻ എന്തേലും ബാക്കിയുണ്ടോ? സ്വന്തം ഭവനത്തിൽ നിന്ന് പുറത്തു പോകേണ്ടി വരും. കുടുംബചിത്രം സംഭവിച്ചു കഴിഞ്ഞു. വായ്ക്കരി ഇടേണ്ടവർ വീടിന് വെളിയിലാക്കി വാതിലടയ്ക്കും. പിച്ചെടുത്ത് ജീവിക്കാനുള്ള യോഗം വരെ കാണുന്നു. ഒടുവിൽ വനവാസവും. വനവാസോ എന്ന് വെച്ചാ? വീടിനോടും വീട്ടുകാരെയും നാട്ടുകാരെയും ഉപേക്ഷിച്ച് പുറപ്പെട്ടു പോകേണ്ടി വരും. വനയാത്രയ്ക്ക് വിയോഗയാത്രയെന്നും പറയാം. അതെന്താണെന്ന് വിശദീകരിക്കണ്ടല്ലോ. വേണ്ട ജോത്സ്യരെ, ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാനുള്ള എന്തെങ്കിലും വഴിയുണ്ടോന്ന് നോക്ക്. ജോത്സരെ, ജാതകവശാൽ ആന്റിക്ക് ആയുസിന് കുഴപ്പമൊന്നുമില്ലല്ലോ? ആയുർദോഷമില്ല, ആയുസ് കാണുന്നുണ്ട്. എന്നാ കണ്ടകശനിക്ക് കാലനെ കാണാനുള്ള കണ്ണില്ലെന്ന ആയുർബലം കൊണ്ട് രക്ഷപ്പെട്ടാൽ രക്ഷപ്പെട്ടു. ഈശ്വര, അല്ല, അതൊക്കെ രക്ഷപ്പെടും.